ഹായ് ഫ്രണ്ട്സ്, മൈ ഫാമിങ്ങിൽ ഇന്ന് നമ്മൾ നെൽകൃഷിയെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ വീഡിയോക്ക് അവസാന ഭാഗത്തായിട്ട് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗപ്പി ഫാമിംഗ് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷവും ലാസ്റ്റ് സീസണിലും നമ്മൾ നെൽകൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നെൽകൃഷിൻ്റെ ലാഭനഷ്ട കണക്കുകളും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് നമ്മൾ ഈ മൈ ഫാമിങ്ങിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ നെൽകൃഷിയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് വിത്തുകൾ നെല്ല് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ വീടിൻ്റെ അകത്തുള്ള കൂട് എന്ന് പറയും. വീടിൻ്റെ അകത്ത് മുകളിലുള്ള ഒരു ചുരുങ്ങിയ റൂമാണ്, മുകളിൽ അട്ടം പോലെയുള്ള സംഭവമാണ്. ഈ കൂട്ടിൽ നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ആ ശേഖരിച്ച് വെച്ചിട്ടുള്ള വിത്തൊക്കെ നമ്മൾ ഇറക്കിയിട്ട് നമ്മൾ പറ വെച്ച് അളന്നിട്ട് നമുക്ക് വേണ്ട വിത്തുകൾ എടുത്തിട്ട് വീണ്ടും നമ്മൾ കൃഷി ഇറക്കാൻ പോവുകയാണ്. ഇന്ന് പ്രധാനമായിട്ട് കൃഷി ഇറക്കാനുള്ള പ്രധാന റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ നമുക്ക് തെറ്റില്ലാത്തൊരു മഴ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ മഴ ലഭിച്ചതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഇന്ന് മണ്ണൊക്കെ നല്ല പുതിൽ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ട്രാക്ടർ ഇറങ്ങി പൂട്ടാൻ പറ്റി. ഇതിന് മുമ്പ് ശരിക്ക് വിത്തിറക്കേണ്ട സമയം നമ്മൾ വിതക്കുന്ന സിസ്റ്റത്തിലാണ് നെൽകൃഷി ചെയ്യുന്നത്. ഈ വിത്തിറക്കേണ്ട സമയം കുറച്ച് വൈകിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം മുമ്പൊക്കെ നമ്മൾ ശരിക്കും വിത്തിറക്കേണ്ട. പക്ഷേ വേനൽ മഴ നമുക്ക് അല്ലെങ്കിൽ ഈ വർഷക്കാലത്ത് വരേണ്ട മഴ നേരത്തെ നമുക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട രീതിയിൽ മണ്ണ് പുതിൽ വരാത്തതുകൊണ്ട് തന്നെ ഈ ട്രാക്ടറൊക്കെ നമുക്ക് നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ വന്നിട്ട് ഇവരെ ഇത് വലിക്കാൻ പറ്റാത്തതുകൊണ്ട്, മണ്ണ് ശരിക്കും ഇളകി ഉഴുതുമറിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ട്രാക്ടർ മടങ്ങി പോവുകയാണ് ചെയ്തത് അന്ന്. അപ്പോൾ ഇന്നിപ്പോൾ ട്രാക്ടർ എത്തിയിട്ട് ഇപ്പോൾ പൂട്ടലും കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വിത്ത് വിതക്കൽ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും മൈ ഫാമിങ്ങിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ നെൽകൃഷി ചെയ്യുകയാണെങ്കിലും ഞാൻ എല്ലാ ഇതിലും കാര്യമായിട്ട് എടുത്തു പിടിച്ച് നടക്കുന്നത് എൻ്റെ സഹോദരൻ സുബേർക്ക്, അതുപോലെ തന്നെ എൻ്റെ ഉപ്പുണ്ട്. ഇവരൊക്കെയാണ് ഇത് നടക്കുന്നത്. നമ്മളും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ മൈ ഫാമിങ്ങിൽ ഇന്ന് നമ്മൾ നെൽകൃഷിയുടെ അപ്ഡേഷനാണ് നോക്കാൻ പോകുന്നത്. കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മൈ ഫാമിങ്ങിലെ ഗപ്പിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഇന്നത്തെ വീഡിയോയിലേക്ക് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്ന കൃഷി രീതി, നെൽകൃഷി ചെയ്യുന്നത് വിതക്കുന്ന സിസ്റ്റമാണ് ചെയ്യുന്നത്. ഈ വിതക്കുന്ന സിസ്റ്റം ചെയ്യാനുള്ള പ്രധാന റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൊതുവെ നമുക്ക് എക്സ്പെൻസ് പൊതുവെ കുറവാണ്. കാരണം തുടക്കത്തിൽ നമുക്കിപ്പോൾ ഈ കണ്ടം ഉഴുതുമറിക്കാൻ വരുന്നൊരു എക്സ്പെൻസും പിന്നെ വിതക്കാനുള്ള എക്സ്പെൻസ് വരുന്നത്. ഇപ്പോൾ വിതക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ സഹോദരൻ തന്നെയാണ് ഇത് വിതക്കുന്നത്. അതുപോലെ തന്നെ വിത്താണെങ്കിലും വിത്തിന് നമുക്ക് വേറെ ചിലവില്ല. കഴിഞ്ഞ തവണ നമ്മൾ വിളവെടുത്ത നെല്ല് തന്നെയാണ് വിത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വേറെ ചിലവ് വരുന്നില്ല. നമ്മൾ ഞാറ് പറിച്ച് നടുന്ന രീതി ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ എക്സ്പെൻസ് വരും. ഞാറ് പറിച്ച് നടാനുള്ള എക്സ്പെൻസ് വരും. പിന്നെ 2 തവണ നമ്മൾ എന്ത് ചെയ്യണം, നിലം ഉഴുതുമറിക്കണം, പിന്നെ വരമ്പ് വെക്കണം. അങ്ങനെ ഒരുപാട് തൊഴിലാളികൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പണികൾ ഞാറ് പറിച്ച് നടുന്ന രീതിയിലുണ്ട്. ഞാറ് പറിച്ചിട്ടുള്ള രീതി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുകയാണെങ്കിൽ തന്നെ ശരി, റിട്ടേൺ കിട്ടുന്നതും നെല്ലിൻ്റെ അളവ് കൂടുതലായിട്ട് കിട്ടും. ഈ രീതി ചെയ്യുകയാണെങ്കിൽ, വിതക്കുന്ന രീതി ചെയ്യുകയാണെങ്കിൽ പൊതുവെ നെല്ലിൻ്റെ അളവ് കുറവായിരിക്കും കിട്ടുക. പക്ഷേ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പൊതുവെ കുറവായിരിക്കും. നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതി തന്നെയാണ്. വീട്ടിൽ കന്നുകാലികളോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നെൽച്ചെടികൾ കുറച്ച് വളർന്ന് വലുതാവുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഓല അരിഞ്ഞ് കൊടുക്കാൻ അറിയും. ഇതിൻ്റെ തണ്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കന്നുകാലികൾക്ക് തിന്നാൻ കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അത് കതിര് വരുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, അരിയണ രീതിയൊക്കെ നിർത്തിയാൽ മതി. അപ്പോൾ തെറ്റില്ലാത്തൊരു രീതിയാണ് വിതക്കുന്ന രീതി. ഇതാണ് നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ നമ്മൾ ഫോളോ ചെയ്തു വരുന്ന രീതിയാണിത്. ഇതിൽ നിന്ന് അപ്പോൾ നമുക്ക് തെറ്റില്ലാത്ത രീതിയിൽ വരുമാനം കിട്ടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ ഏകദേശം 1.5 ഏക്കറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തവണ അത് 2 ഏക്കറിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ കൃഷി ചെയ്യാതെ പല സ്ഥലങ്ങളും ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബെറ്ററാണ്. പക്ഷേ പല കണ്ടങ്ങളിലും കൃഷി ചെയ്യാത്ത കാരണത്തിന് നല്ല രീതിയിൽ പുല്ലുണ്ട്. അപ്പോൾ പുല്ലൊക്കെ മാറ്റി വരുമ്പോഴത്തേന് ട്രാക്ടറിന് നല്ല ചാർജ് തന്നെ വരും. ട്രാക്ടറിന് ഏകദേശം വരുന്നത് 1 മണിക്കൂറിന് 900 രൂപ ചിലവാണ് ഏകദേശം വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മൈ ഫാമിങ്ങിൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഐങ്കലം ഫിഷ് ഫാമിൽ നിന്ന് കുറച്ച് കരിമീൻ, അതുപോലെ തന്നെ റെഡ് തിലാപ്പിയ, പിന്നെ കുറച്ച് തിലാപ്പിയുടെ കുഞ്ഞുങ്ങൾ ഗൗരാമിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ നമ്മുടെ റെഡ് തിലാപ്പിയുടെ ബ്രൂഡ് സ്റ്റോക്ക് 3 ഉണ്ടായിരുന്നു. അതിൽ 1 ഇപ്പോൾ ഡെഡായത് ഇന്നിപ്പോൾ എടുത്ത്. അതുപോലെ തന്നെ മിനിഞ്ഞാന്നാണ് നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ രാവിലെയും റെഡ് തിലാപ്പിയുടെ 1 ഡെഡായിട്ടുണ്ട്.
അപ്പോൾ വളരെ സങ്കടകരമായ കാഴ്ച തന്നെയാണ് നമുക്ക് കാണുന്നത്. റെഡ് തിലാപ്പി ഫ്രിഡ്ജ് ബോക്സിലാക്കിയപ്പോൾ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട്, പെട്ടെന്ന് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ശേഷിക്കുന്നത് ഒരു റെഡ് തിലാപ്പിയ മാത്രമാണ് ഈ ഫ്രിഡ്ജ് ബോക്സിലുള്ളത്. ഈ വെള്ളമൊക്കെ ആകെ അഴുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വെള്ളം നമുക്ക് കുറച്ച് ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ താൽക്കാലികം വേറെ ടാങ്ക് നിർമ്മിക്കാത്ത കാരണം തന്നെ നമുക്കിപ്പോൾ ഈ ടാങ്കിൽ തന്നെ നിർത്തില്ല, വേറെ നിവൃത്തിയില്ല. അപ്പോൾ നമ്മുടെ കരിമീൻ അൽഹംദുലില്ലാ കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. 6 ഉണ്ടായിരുന്നു, അതൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി ഗൗരാമിയുടെ ഒന്ന് നോക്കാം, അതുപോലെ തന്നെ ഇത് ഒഴിവാക്കുകയും ചെയ്യാം, ഈ ഡെഡായത്. നമ്മൾ ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ലാർവകൾ ഉണ്ടാക്കുന്ന ഒരു പാത്രമാണിത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഡെഡായിട്ടുള്ള റെഡ് തിലാപ്പിയനെ നമ്മൾ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. ഇട്ട സമയത്ത് നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന പ്ലാസ്റ്റിക് കവറിൻ്റെ നേരെ മുകളിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഘട്ടത്തിൽ കുറച്ച് കൂടി കിടക്കുന്നത്, ഈ കാണുന്നതായിരുന്നു റെഡ് തിലാപ്പിയ കേട്ടോ. അതിൻ്റെ മുള്ളിൽ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ലാർവകൾ കണ്ടില്ലേ, ഒരൊറ്റ ദിവസം കൊണ്ടൊക്കെ തിന്നിട്ട് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുക്കള വേസ്റ്റൊക്കെ സംസ്കരിക്കാൻ പറ്റിയ നല്ലൊരു മെത്തേഡാണ് ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ലാർവകളുള്ള ഈ ഒരു പാത്രം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാ, ഇവിടെയാണ് ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ലാർവകൾ വരുന്ന സ്ഥലം കേട്ടോ. മെച്ചൂർഡായിട്ടുള്ള ലാർവകളാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് വരാൽ പോലുള്ള ലൈഫ് ഫീഡുകൾ എടുക്കുന്ന ഫിഷിന് ഫീഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കോഴികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും, താറാവ്, അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളും ഇത് ഫീഡ് ചെയ്യുന്നതാണ്. അതിനാണ് ഈ പൈപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡെഡായിട്ടുള്ള റെഡ് തിലാപ്പിയനെ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നാളെ ആകുമ്പോഴത്തേന് ഇതിനും ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ലാർവകളെ സൈസാക്കാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയാലും നമ്മൾ പുറത്ത് കളയുന്നതിനേക്കായി നല്ലത് ഇതിനകത്ത് കളയാവും. കാരണം പുറത്ത് നമ്മൾ തൊടിയിലൊക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാക്കകൾ എടുത്ത് കൊത്തി കൊണ്ടിട്ട് വേറെ എവിടെയെങ്കിലും കിണറ്റിലോ വാട്ടർ ടാങ്കിലൊക്കെ ഇടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഇടുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ മണ്ണ് കുഴിച്ച് മൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം. എങ്ങനെയാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മുടെ ഗൗരാമിനെ നമ്മളാക്കിയിട്ടുള്ളത് ഈ ഒരു ടാങ്കിലേന്ന് ആക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഫീഡ് ചെയ്ത സമയത്ത് കോഴിക്കാർപ്പൊക്കെ ഫീഡ് എടുക്കാൻ വരുന്നുണ്ട്. ഗൗരാമിയൊന്നും ആ കൂട്ടത്തിൽ കാണുന്നില്ല. ഇവിടെ മുകളിൽ ഈ സൈഡിലായിട്ട് ഇപ്പോൾ ഒരാൾ വന്ന് ഫീഡ് എടുത്തിട്ടാ. വലിയ ബുദ്ധിമുട്ടും കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വെള്ളത്തിൽ ഇനി ഡെഡായി കഴിഞ്ഞാൽ താഴെ പോയി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ള ഒരു സാഹചര്യമില്ല. നമ്മൾ കൊണ്ടുവന്നതിൽ ബാക്കി വന്ന തിലാപ്പിയുടെ കുറേ കുഞ്ഞുങ്ങളെ ഈ ഒരു ടാങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഫീഡ് കൊടുത്ത് നോക്കാം. നല്ല രീതിയിൽ തന്നെ ഫീഡ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിലെ, അതായത് വലിയ സൈസ് അല്ലാത്ത തിലാപ്പിയക്കൊന്നും വലിയ പ്രശ്നമില്ല. നമ്മളെ കൊണ്ടുവന്ന വലിയ 2 തിലാപ്പിയക്കാണ് പ്രശ്നം സംഭവിച്ചത്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറുതും വലുതുമായിട്ടുള്ള തിലാപ്പിയകളൊക്കെ ഉണ്ട്. ഇവരൊന്നും അത്ര വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. ഫീഡൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നിലയിൽ തന്നെ അസോള ഇതിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ നേരത്തെ ആക്കുന്ന സമയത്ത് തന്നെ ഇതിൽ ഡക്ക് വീട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡക്ക് വീടിനൊന്നും ഇതിൽ കാണാനില്ല. കാരണം ഡക്ക് വീടൊക്കെ നല്ല രീതിയിൽ തന്നെ ഇത് ഫീഡ് എടുത്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. പിന്നെ അസോള കുറച്ച് വലിയ സൈസ് ആയതുകൊണ്ട് എന്താണെന്നുള്ള അറിയില്ല, ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് എടുക്കാനുള്ള ബുദ്ധിമുട്ടാണെന്ന് അറിയില്ല. എങ്കിലും കുറേ അസോളൊക്കെ തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ലൈഫ് പ്ലാന്റുകൾ അസോളയും ഡക്ക് വീടൊക്കെ നമ്മൾ തിലാപ്പി നല്ല രീതിയിൽ തന്നെ കഴിക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കൊടുത്തത് പെല്ലറ്റ് ഫീഡാണ്. ഈ ഒരു ടാങ്കിൽ തിലാപ്പിയൊക്കൊന്നും വലിയ പ്രശ്നം കാണിക്കുന്നില്ല കേട്ടോ. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.
മഴത്തിട്ട് കൊണ്ടായിട്ട് മഴത്തിട്ട് കൊണ്ടായിട്ട് ഇല്ല